ന്യൂസ് 16 കേരള. ഹാഷിം മൗലവിക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടി പോയി റീപാക്കിംഗ്? എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്രൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. KKMA കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ ജഹ്റ ബ്രാഞ്ച് മെമ്പറായിരുന്ന തിരുവനന്തപുരം പനവൂർ സ്വദേശിയും നാട്ടിൽ ഇലവുപാലം ഉൾപ്പെടെ നിരവധി മഹല്ലുകളിൽ ഇമാമായി സേവനം അനുഷ്ഠിച്ച കുവൈത്ത് പ്രവാസിയായിരിക്കെ കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ ഹാഷിം മൗലവി ബാക്കവിയുടെ ജനാസ കഴിഞ്ഞ ദിവസം പനവൂർ പുത്തൻപള്ളി ഖബർസ്ഥാനിൽ മറമാടി. നീണ്ട വർഷം കുവൈത്തിൽ പ്രവാസിയായിരുന്ന മൗലവി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഉടനെ അടുത്തുള്ള ക്ലിനിക്കിലും അവിടെ നിന്നും എയർ ആംബുലൻസിൽ ജഹ്റ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആദ്യ നിമിഷം മുതൽ KKMA മാഗ്നറ്റ് ടീം ഒരുമയോടെ ആശുപത്രിയിലും മരണവിവരം അറിഞ്ഞത് മുതൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുമുള്ള എല്ലാ പേപ്പർ വർക്കുകളും വളരെ കൃത്യതയോടെ നടപ്പാക്കി. കുവൈത്തിൽ ഏതൊരു പ്രവാസി മരണപ്പെടുകയോ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടി വരികയോ ചെയ്താൽ ആദ്യം ഓർമ്മയിൽ വരികയും വിവരം കൈമാറുകയും ചെയ്യുന്ന ടീമായി മാഗ്നറ്റ് വളർന്നു പന്തലിച്ചു. ഈ മരുഭൂമിയിൽ ഇതിനെ നട്ട് ഊടും പാവും നൽകി വളർത്തി വലുതാക്കിയ ഒരു നാമം ഏവരും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നവരാണ് പ്രവാസികളുടെ പ്രിയ നേതാവ് സക്കീർ തൃക്കരിപ്പൂർ. കൊറോണ അദ്ദേഹത്തെയും അവരുടെ പ്രിയ പത്നിയെയും നമ്മിൽ നിന്നും വിട പറയിച്ചു. ഇന്ത്യയുടെ മിക്ക എല്ലാ സ്റ്റേറ്റുകളിലേക്കും നേപ്പാളിലേക്കും KKMA മാഗ്നറ്റ് ടീമിന്റെ ചടുലമായ പ്രവർത്തനങ്ങൾ മൂലം വളരെ പെട്ടെന്ന് മൃതദേഹങ്ങൾ എത്തിക്കാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ ഹാഷിം മൗലവി ബാക്കവിക്ക് 3 പെൺമക്കളും ഭാര്യയും മറ്റു സഹോദരങ്ങളും ഉണ്ട്. മാഗ്നറ്റ് ടീമിന് പ്രാർത്ഥനയും നന്ദിയും രേഖപ്പെടുത്തുന്നതായി അവർ അറിയിച്ചു. റിപ്പോർട്ടർ അബ്ദുൽ കലാം മൗലവി, അമ്പലംകുന്ന്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.